ബോധം വന്നുകൊണ്ട് അവൻ കള്ളുപിടിച്ച് ബോധമില്ലാതെ വന്നവനാ. സോഫാസത്തിലേക്ക് എന്നെ മരത്തിൽ കിടത്തി ഉസ്താദ്. അവന്റെ കയ്യിലൊരു കള്ളുകുപ്പിയുണ്ടായിരുന്നു. ആ കള്ളിന്റെ അടപ്പെടുത്തിട്ട് കുപ്പിയുടെ വാചകത്തേക്ക് വെച്ചിട്ട്, എന്റെ ഉസ്താദ്, അല്ലാഹു റസൂൽ ഹറാമെന്ന് പറഞ്ഞു, ഖുർആൻ ഹറാമെന്ന് പറഞ്ഞ കള്ളു എന്റെ വാചകത്തോട് എന്നെ കുടിപ്പിച്ചു ഉസ്താദ്. എന്റെ പൊന്നുപോലും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. നാളെ മുത്ത് റസൂലിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും സംസം കുടിച്ച് പൊട്ടിക്കിടന്ന് എന്റെ വാക്യത്തേക്ക് എന്റെ പൊന്നുപോട് കല്ലുകുത്തി ഒടിച്ചു വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കറിയില്ലടോ രക്തത്തിളപ്പിന്റെ യുവത്വത്തിന്റെ പ്രായത്തില് നീ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളെ കുറിച്ച് നിനക്കറിയില്ല. പക്ഷേ പൊന്നുപോര്, അല്ലാതെ ലോകത്തിന്റെ ആരാധകൾ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് നീ മനസ്സിലാക്കണേ. അതുകൊണ്ട് ഒരു ഉമ്മയെ കരയിപ്പിക്കല്ലേ, ഒരു ഭാര്യയെ കരയിപ്പിക്കല്ലേ, ഒരു കുടുംബത്തെ നിലവിളിപ്പിക്കല്ലേ. മഞ്ചാല സഹോ കള്ളുകുടിയനുമായി ആരെങ്കിലും സഹകരിച്ചു പോരാൽ ഹശറഹുല്ലോ യൗമൽ ഖിയാമത്തി അഅ്മാ. അന്ധത ബാധിച്ചവരായി അവരെ അല്ലാഹു ആഖിറത്തിൽ കൊണ്ടുവരുന്നതാണ്. അന്ധത ബാധിച്ചവരായി കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം കേരളം നിത്യോപയോഗ സാധനമായ അരി ആഹാരത്തിന് വേണ്ടി ചെലവഴിച്ചത് 3000 കോടി രൂപയാണ്. അരിക്ക് വേണ്ടി ചെലവഴിച്ചത് 3000 കോടിയാണ്. കള്ളിന് വേണ്ടി ചെലവഴിച്ചതോ 18,000 കോടിയാണ്. ഒരു ദിവസം 3 നേരം അരി ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു നേരമെങ്കിലും കഴിക്കില്ലേ ഉച്ചയ്ക്ക്? അതിന് കേരളം മുഴുവനും തിന്നത് 3000 കോടി രൂപയുടെ അരി ആഹാരം. പക്ഷേ മദ്യമവും 18,000 കോടിയാണ്. 18,000 കോടിയാ മദ്യത്തിന്. കേരളത്തിൽ ഒരു ദിവസം 170 കുടുംബമാണ് പിന്നെ എന്താ ഡൈവോഴ്സ് ആയിക്കൊണ്ടിരിക്കും. 170 കുടുംബം ഒരു ദിവസം. അതിൽ 75% മദ്യത്തിന്റെ പേരിലാണ്. മദ്യത്തിന്റെ പേരിലാണ്. നിങ്ങൾ പറയും, ഞാൻ കുടിച്ചിട്ട് മര്യാദയ്ക്കാണ് സാറേ ജീവിക്കുന്നത്, ആർക്കും ഒരു ഉപദ്രവമില്ല. പക്ഷെ നീ നിന്റെ പടച്ചോനെ ഉപദ്രവിക്കുകയല്ലേ. അള്ളാഹു നിനക്ക് തന്ന മുഞ്ചുള്ള നിന്റെ ശരീരം, ആരോഗ്യമുള്ള നിന്റെ ശരീരം അള്ളാഹു തകർന്നാൽ കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ? നിന്റെ വാഹനമൊന്ന് ചെറുതായിട്ട് തട്ടിയാ പോരെ, സർവ്വതും തകർന്നടിഞ്ഞില്ലേ പൊന്നുമോനെ? നിന്റെ ശരീരത്തിന്റെ ഞരമ്പിന് ഒരു ക്യാൻസറിന്റെ അണുക്കൾ കടന്നു എന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്റെ സഹോദര നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? ഒരു കുട്ടി കണ്ണു കാണുമ്പോ, കുറച്ച് നോട്ടുകെട്ട് കാണുമ്പോ, കുറച്ച് സുഖം കിട്ടുമ്പോ അല്ലാഹു ലോകത്ത് ചെയ്തത് അതൊന്നും നീ മറക്കാൻ പാടില്ല. എന്തുകൊണ്ട് നിനക്കൽ തന്നില്ല പടച്ചറമ്പുരോ? എന്തുകൊണ്ട് അല്ലാഹു നിനക്കത് തന്നില്ല പെണ്ണുപോര്? എന്തുകൊണ്ട് പടച്ചോ നിനക്കൽ തന്നില്ല പെണ്ണുകള്? അല്ലാഹു ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം കൊള്ളണം ചെറുപ്പക്കാരോ. ഈ കുറച്ച് അതിനുള്ളതാവച്ചതാ നീ തീരുമാനിക്കുന്നവര് ഇന്നത്തോടെ തീരുമാനമെടുക്കട. അല്ലാഹുവേ, ഈ മരിക്കുന്നവര് വരെ പഠിച്ചവരെ ഞാൻ കണ്ണു കുടിക്കുക. ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാ തീരുവോ ചെറുപ്പക്കാരാ? അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹം എണ്ണിയാ തീരുവോ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട് എത്ര വശമാ ചെറുപ്പക്കാരോ? എന്ത് സുഖമാ ചെറുപ്പക്കാരാ? എത്ര സന്തോഷമാ മുസ്ലിം പെണ്ണുകള്? പക്ഷെ എന്തിനാണ് ഈ നരകത്തെ പ്രേരിപ്പിക്കുന്ന കള്ളിന്റെ പിന്നാലെ ഈ സമുദായത്തിന്റെ തോട്ടതോടെന്തിനാ? എത്ര വെറുപ്പോടുകൂടി മുത്തരസോട് പറഞ്ഞതെന്നറിയോ? മൻ അഖറല ഖർലോ, ഒരു കള്ളുകുടിയിൽ ആരെങ്കിലും കടം കൊടുത്താൽ വഖത്ത് ആനാലാ ഖത്ലു മുസ്ലിമീൻ, ഒരു മുസ്ലിമിനെ കൊല്ലാൻ സഹായിച്ചതിന്റെ ശിക്ഷയാണ് അവന് കിട്ടുന്നത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കള്ളുകുടിയനെ നിങ്ങൾ സഹായിച്ചാൽ, ഒരു കള്ളുകുടിയന് അവന്റെ ജീവിതത്തിൽ നിങ്ങൾ അവനെ സഹായിച്ചാൽ, കള്ളുകുടിയൻ രോഗിയായപ്പോൾ അവനെ പോയി കാണരുത് എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അപകടമാണത്! ഇന്ന് പലരും ഹലാലാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് പലരും അതിന്റെ പേര് മാറ്റി, വിസ്കി, ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയിട്ട് അല്ലേ? എത്ര പേരുകൾ, ജിന്ന്, മലക്ക്, ശൈത്താൻ, ഇതൊക്കെയാണ് ഇപ്പൊ കള്ളിന്റെ പേര്.
അള്ളാന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം വരുമ്പോൾ കള്ളു എന്ന് പറയാതെ അതിന് വേറെ പേരുകൾ പറഞ്ഞുകൊണ്ട് സുലഭമായിട്ട് അത് ഉച്ചരിക്കപ്പെടുമെന്ന്. എന്തൊരവസ്ഥയാണ്! മുത്ത റസൂലിന്റെ വാക്ക്, അല്ലാഹുവിന്റെ റസൂല്, അങ്ങേക്കല്ലാതെ ലോകത്താർക്കാണ് നബി എങ്ങനെ പറയാൻ കഴിയുക? അങ്ങ് പറഞ്ഞതല്ലോ ലോകത്ത് നടന്നല്ലോ നബിയേ, അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നബിയേ, അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നബിയേ. കള്ളിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞതല്ല, ഇന്ന് കള്ളെന്ന പേര് മാറ്റി പല രൂപത്തിലും പല മോഡലിലും വിപണിയിൽ സജീവത നിലനിർത്തുമ്പോ മുത്ത് നബിയേ അവിടുന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിച്ചുവല്ലാം നബിയേ. ക്യാൻസർ അല്ലാഹു തരാത്തവര്, ട്യൂമർ അല്ലാഹു തരാത്തവര്, തകരാറല്ലാഹു തരാത്തവര്, ഹാർട്ട് അറ്റാക്ക് അല്ലാഹു തരാത്തവര്, മാരക രോഗമല്ലാഹു തരാത്തവര്, അതിന് നന്ദിയായിട്ടെങ്കിലും ഈ സദസ്സിൽ നിന്ന് തീരുമാനിക്കണം, ഇല്ല അല്ലാ ഇനി ഒരവസരം കിട്ടിയാലും ഞാൻ കുടിക്കൂല അല്ലാ, ഇനി ഒരവസരം കിട്ടിയാലും ഞാൻ കുടിക്കൂല അല്ലാ. എന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഒരു കള്ളുകുടിയൻ ഒരു വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള പുഴകളെയും ഒഴിവെടുക്കാൻ പോലും പാടില്ല എന്നാണ്. ഒഴുകുന്ന പുഴയിൽ നിരസില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുചരവൃത്തങ്ങളിൽപ്പെട്ട ഗസാലി ഇമാം പറയുന്നു, കള്ളുകുടിയൻ നടന്നു പോകുന്നതിന്റെ പരിസരത്തുള്ള പുഴ പോലും എനിക്ക് വിഷമമുള്ളതാ. അല്ലാഹുവേ, റോഡിലൂടെ എത്രയോ വാഹനങ്ങൾ കള്ളു വാങ്ങി വെച്ചിട്ട് കടയിലിറങ്ങിയിട്ട് ഒരു ക്ലാസ് തരുന്നു എന്ന് പറഞ്ഞ ആ ക്ലാസ്സിനകത്ത് കള്ളൊടിച്ചു കൊടുത്തിട്ട് ആ ക്ലാസ് തിരിച്ച് കടയിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോ ആ ക്ലാസ്സിൽ പോലും താര കൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവര്, എന്തിനേറെ എവിടം വരെ ഹറാമാക്കിയെന്നറിയോ? വെറും തമാശയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു, വെറും തമാശയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. കൂട്ടുകാരിങ്ങനെ പരസ്പരം പറയൂലേ, മാപ്പായും കൊച്ചാപ്പായും കാണിക്കുന്നുണ്ടല്ലേ മക്കൾ വളരുക. അവരിങ്ങനെ വെറുഞ്ചായ ഒഴിച്ചിട്ട് ചിയേഴ്സ് എന്ന് പറഞ്ഞ് പരസ്പരം ഗ്ലാസ് മുട്ടിച്ചിട്ട് കുടിച്ചാൽ അതും ഹറാമാണ്. അത് ഹറാമാണെന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചതിന്റെ ശിക്ഷയാ. എന്തേ കരുതി വെറുതെ ഒന്ന് അഭിനയിച്ചാൽ പോലും ഹറാം. അള്ളാഹു അത്രയ്ക്ക് വെറുപ്പാ, അള്ളാഹു അത് അത്രയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ചിലർക്ക് എന്ത് എത്ര രസം. എന്റെ സഹോദരങ്ങളെ, ഡ്യൂട്ടി ഫ്രീയിൽ ഒരിക്കൽ ഞാൻ കണ്ടതാ. അബൂദാബിയിലെ പരിപാടി കഴിഞ്ഞ് വരുമ്പോ എന്റെ കൂടെ വന്ന കാസർഗോഡ് ജില്ലയിലെ ഹംസ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഇവിടെ നിന്ന് കുറച്ച് സോപ്പും കുറച്ച് പിന്നെ പാൽപ്പൊടിയും ഒക്കെ നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ വേഗം എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിന് ഇപ്പൊ വേണമെങ്കിൽ പ്രസംഗിക്കാൻ 2 ദിവസം പ്രസംഗിക്കാനുള്ള ഒരു വിഷയം ഞാനിപ്പോ തരാം, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. വല്ലാഹി ഹക്ക് ഈ മജ്‌ലിസിൽ നിന്നുകൊണ്ട് ഇത്രയും നാള് വാതു പറഞ്ഞ നാവ് കൊണ്ട് നിങ്ങളോട് കള്ളം പറയാൻ പാടില്ല. ആ സദസ്സിൽ ഞാൻ നോക്കുമ്പോ ഊട്ടിയിൽ മദ്യം നിൽക്കുന്ന സ്ഥലത്ത് മസ്തയിട്ട പെണ്ണ്, മസ്തയിട്ട ഉമ്മ, നല്ല ഈമാന്റെ പ്രകാശം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഉപ്പ. കാണുമ്പോ അറിയാലോ, അഭിനയിക്കുന്നവരെ കാണുമ്പോഴറിയാം. മോളെടുത്തിട്ട് ഡാഡിയോട് ചോദിക്കാണ്, ഇതെങ്ങനെ ഉണ്ടാവും ഡാഡി, ഈ സാധനം എങ്ങനെ ഉണ്ടാവും? നിങ്ങളിപ്പോ പറയും അങ്ങനെയൊക്കെ ചോദിക്കൂ സോറി, വെരി വെരി സിമ്പിൾ. ഇപ്പൊ ചോദിക്കണ്ട, 3-4 കൊല്ലം കൂടി കഴിയുമ്പോ മോക്ക് എന്താ ഒപ്പിച്ച് കൊണ്ടുവരേണ്ടത്? ഇത് മതിയെന്ന് മോൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന കാലം വരാൻ പോവാ. പെണ്ണുങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവര് പറയും സീരിയൽ കുടിക്കുന്നുണ്ടല്ലോ, സിനിമയിൽ കുടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് വലിയ അപകടമൊന്നുമില്ല, നമുക്കും കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളും തുടങ്ങിക്കഴിഞ്ഞു. അല്പമൊക്കെ അത് ചില വിവരം കെട്ട ആണത്വമില്ലാത്ത ഭർത്താക്കന്മാരെ അതിന് തുടക്കം കുടിക്കാം. ഗൾഫിൽ നിന്ന് വന്നിട്ട് അവന് കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ പറയും, എടി ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമില്ല, താരന്മാരെ ആറാമെന്ന് പിന്നെ ഇത് വലിയ ആറാം, അവിടെ എത്രയോ മൂലാക്കന്മാർ, അവിടെ ഫുള്ള് മൂലാക്കന്മാർ, ഇത് എന്നെ ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു അല്പം ഒഴിച്ചങ്ങോട്ട് ഇത്താക്ക് കൊടുക്കാം. ഇത്തങ്ങോട്ട് കുടിച്ചൊരു 100-150 ഒരു നിപ്പങ്ങ് നിൽക്കുക, ആടി. അപ്പൊ ഇത്ത വിചാരിക്കും ഇത് കൊള്ളാം, കുഴപ്പമില്ല, തരക്കേടില്ല. ഇങ്ങനെ ഈ പെണ്ണും അതിനടിമയാവുക. തലയുടെ ആ പെരുപ്പ് നിനക്ക് സമാധാനം കിട്ടാനാണെന്ന് കരുതിപ്പോയാൽ മുത്തുനബി പറയുന്നു, ഒരു കള്ളുകുടിയനെ സഹായിച്ചാൽ അവന് പോലും ഒരു കള്ളുകുടിയനെ സഹായിച്ചാൽ അവന് പോലും അദാബാണ്. തീർന്നില്ല പെണ്ണ്,
കള്ളുകുടിയനായ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന പെണ്ണ് ഇത് കേട്ടിട്ടവരെ പട്ടിണിക്കിടാൻ പറ്റുകയില്ല. പക്ഷേ കരയണം പെങ്ങളെ, കരയണം പെങ്ങളെ. ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ ഒരു സുഖവും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. വടക്ക് ഭാഗത്ത് മരണപ്പെട്ടു പോയ പാറന്നൂർ സാറ് അള്ളാഹു ഖബർ ചെറിയ തൂങ്ങാവരമാക്കി കൊടുക്കട്ടെ. 22 പ്രാവശ്യം ആയിരക്കണക്കിന് ജനങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ വീണ്ടും ആയിരക്കണക്കിന് ജനങ്ങൾ ബാക്കിയാണ്. സമയം തികഞ്ഞു പോയി. ഉസ്താദിനെ കൊണ്ടുവന്നടക്കി. തലേ ദിവസം പ്രിയപ്പെട്ട ഉസ്താദന്റെ സഹധർമ്മിണിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവള്, എന്നും നീയല്ലേ എന്നെ കുളിപ്പിക്കുന്നത്. ഇന്ന് ഒരു സേപ്പ് തീരുന്നത് വരെ നല്ലതുപോലെ തേച്ച് കുളിപ്പിക്കണം പെണ്ണേ. ഭാര്യ പറയുന്നു, എന്തിനാണ് അവിടെ അങ്ങനെ പറയുന്നത്? നീ എങ്ങനെ കുളിപ്പിക്കുമെന്നേ, നീ എങ്ങനെ കുളിപ്പിക്കുമെന്നേ, നീ എങ്ങനെ കുളിപ്പിക്കുമെന്നേ. കുളിപ്പിച്ച് ഭർത്താവ് പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ പ്രിയതമന്റെ ശരീരമൊക്കെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോ ആ പ്രിയപ്പെട്ടവൻ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ നീ എന്നെ കുളിപ്പിച്ചിരുന്നു. ആ പെങ്ങൾ പറയുന്നു, അരേ സാറ്, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ കുളിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് സാറ് പറഞ്ഞു കൊടുത്തത്, ഇനി ഒരു പക്ഷേ നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പിറ്റന്നാണ് ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. പിറ്റന്നാണ് ആ ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. അവർക്കൊക്കെ കുടുംബജീവിതത്തിന്റെ എത്ര മധുരമാണ് അവർ ആസ്വദിച്ചു പോയത്, എത്ര സുഖമാണ് അവർ നുകർന്നു പോയത്, എത്ര ആനന്ദമാണ് അവർ ആഗ്രഹിച്ചു പോയത്. നിന്റെ ഭർത്താവ് കല്ലുകുടിച്ചാൽ എന്ത് രസമാണ് നിന്റെ ജീവിതത്തിന് അല്ലാഹു തരുന്നത്. ഒന്നുമില്ല പെങ്ങളെ, നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് കാര്യമില്ല. പൊട്ടിക്കരഞ്ഞോ പെങ്ങളെ. ഭക്ഷണത്തെ മുമ്പ് കൊണ്ട് വെച്ചിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മാറിയിരുന്ന പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിന്റെ വില നിനക്കറിയില്ല പെങ്ങള്. സൂര്യയുടെ പൊന്നുപോ ഫാത്തിമ വീമരളിയല്ലാവുന്ന ഈ അടുത്ത സമയത്ത് നൗസാറുതാക്കൾ സേതിന് പറഞ്ഞു തുടങ്ങിയ വിഷയമാ കരളാട് ഫാത്തിമ. അല്ലാഹു എന്തോരു അനുഭൂതിയാ, എന്തോരു സന്തോഷമാ. മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയം കേട്ടിട്ട് അതിന്റെ തുടർഭാഗമായിട്ട് കരളാട് ഫാത്തിമ എന്ന വിഷയം പറയുമ്പോ സാധുമാര് കിതാബിലൂടെ കാണിച്ചു വരികയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തിലെന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട 3 വസിയത്തുകൾ ഭർത്താവിനോട് കൊടുത്തതാ. അതിൽ ഒരു വസിയത്ത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെ. കണ്ണുപിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഭർത്താവിന്റെ മുന്നിൽ ജീവിതം ഓടിപ്പിക്കപ്പെട്ട പെണ്ണ്, ഒരു പുളിങ്കൊമ്പത്തെ കുടുംബമാണെന്ന് പറഞ്ഞ് എന്റെ വാപ്പ പിടിച്ചു കെട്ടിച്ചു കൊടുത്തതല്ലേ. എത്രയോ പാവപ്പെട്ടവരെന്നെ പെണ്ണ് ചോദിച്ചതാ. അന്ന് എന്റെ വാപ്പാക്ക് കുറച്ചിലല്ലായിരുന്നു. അവന് വലിയ കൊട്ടാരമില്ല, അവന് വലിയ നീളമുള്ള വാഹനമില്ല, അവന് പേരും പെരുമയുമില്ല. ഇന്നെന്താ ഇപ്പോഴടാ പണത്തിന്റെ പിന്നാലെ പേ പിടിച്ചവരെ പോലെ വാലാട്ടി നടന്നിട്ട് അറിവ മക്കളുടെ ജീവിതം നരകതുല്യമാകട്ടെ. എന്ത് സമാധാനമാണ് വാപ്പാ നിനക്ക് കിട്ടിയത്? 10 ഏക്കർ കിട്ടിയാ നിനക്ക് തികയോ? 1 കോടി രൂപ കിട്ടിയാ നിനക്ക് തികയോ? നിന്റെ പൊന്നുപോലെ പുഞ്ചിരിച്ചുകൊണ്ടപ്പാ എനിക്ക് റാഹത്താണെന്ന് പറയുന്നതിനേക്കാളുപരി ലോകത്തേത് കോടിയാണ് പൊന്നുപോലെ നിന്നെ സന്തോഷിപ്പിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹുവരോട് പറഞ്ഞ 1ാമത്തെ വസിയത്ത് എന്തെന്നറിയുമോ പെങ്ങളെ? ഞാനത് പഠിച്ചപ്പോ ഞെട്ടിപ്പോയതാ. ലോകത്തൊരു പെണ്ണിനും അങ്ങനെ പറയാൻ കഴിയില്ല, ഒരു പെണ്ണിനും പറയാൻ കഴിയില്ല. ഉസ്താദുമാരുടെ പെണ്ണാകട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ഉസ്താദുമാരുടെ ഭാര്യമാരാകട്ടെ, അങ്ങനെ പറയാൻ ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളോട് പറയുകയാണ്. ആ മടുപ്പത്തിൽ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കരുകയാണ്. അലിയാർ ഞങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് വീഴുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട 3 വസിയത്തിലൊന്ന് എന്റെ അലിയാരുതങ്ങള്, ഞാനിന്ന് മരിക്കുകയല്ലോ, ഞാൻ മരണപ്പെട്ടാൽ നമ്മുടെ മക്കളെ നോക്കാം, നിങ്ങളെ നോക്കാം. ഉമാമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് തങ്ങളെ, നിങ്ങളോട് വല്ലാത്ത സ്നേഹമാ. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളെ നിങ്ങളൊന്ന് നിക്കാഹ് കഴിക്കണേ എന്ന് ലോകത്തൊരു പെണ്ണിനും പറയാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്നേഹ
ശരീരത്തിന്റെ ഉദാഹരണം കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹിയുടെ കരളെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. എന്റെ സഹോദരങ്ങളെ, ആ ഗൗരവം നിങ്ങളുടെ ഭർത്താവിന് അറിയാത്തതുകൊണ്ട് അവൻ കള്ളുകുടിച്ച് വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, അവൻ കള്ളുകുടിച്ച് വന്നിട്ട് നിങ്ങളെ ശകാരിക്കുന്നത്. എത്രയോ കുടുംബത്തിൽ അങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ അത്അമ ശാരിബൽ ഖംരി ലുഖ്മാ, കള്ളുകുടി എന്ന ഒരുവരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, കള്ളുകുടിക്കുന്നവന് ഒരുവരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഖാരിബാ, അവന്റെ ശരീരത്തിന് വേണ്ടി മാത്രം ഖബറിന്റെ അകത്ത് പാമ്പുകളെയും തേളുകളെയും അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. കള്ളുകുടിയന് ഒരു ഉരുള ഭക്ഷണം ഒരാൾ കൊടുത്താൽ അഡിക്റ്റായി പോയി ഉസ്താദേ, അതിൽ നിന്ന് മാറാൻ കഴിയും. ആരാ പറഞ്ഞ് മാറാൻ കഴിയില്ല? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഊരുള്ള ഭക്ഷണം ഒരു കള്ളുകുടിയന് നിങ്ങൾ കൊടുത്താൽ, സല്ലല്ലാഹു അലാ ജസദിഹി, അവന്റെ ശരീരത്തിന് വേണ്ടി അല്ലാഹു തീരുമാനിക്കുന്നു, ഹയ്യത്തം വഅഖാരിബ, പാമ്പുകളെയും തേളുകളെയും. അറിയോ, ഈ അടുത്ത് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ വന്ന ഒരു ഖബറിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. ഫേസ്ബുക്ക് ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ വീട്ടിലും ചെറുപ്പക്കാരിപ്പോ മൊബൈൽ എടുത്ത് വെക്കും. ഇതെന്നെ ജോലി. നെല്ല് ഉമ്മാമാര് പണ്ട് ചിക്കിയിടുന്ന പോലെ ഇങ്ങനെ. ഇപ്പൊ ചോറ് കൊണ്ടുപോകുമ്പോ വെച്ചാലും എന്ത് കൊണ്ടുപോകുമ്പോ വെച്ചാലും ഇതെന്നെ ജോലി. ഇങ്ങനെ ആക്കി അങ്ങനെ ആയിപ്പോയത്. പക്ഷെ അതിനിടയിൽ ചില ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ മനസ്സിൽ തട്ടുന്ന ചില ചിന്തനീയമായ ചിത്രങ്ങൾ ആ ഫേസ്ബുക്കിലൂടെ അയക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു ചിത്രം ഈ അടുത്തൊരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് കാണിച്ചു. ഒരുപാട് ഖബറുകളുടെ ഫോട്ടോ അങ്ങനെ മൊബൈലിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. ഖബറിന്റെ അകത്ത് ഇത്ര പോലും, ഇത് വിശാലമായ രീതിയിലുള്ള പ്രസംഗ പീഠമാണ്, ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത പുള്ളക്കുടിയുടെ അകത്ത് ഒരു മയ്യത്ത് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് 6 അടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ കാണുന്ന രംഗമുണ്ടല്ലോ. 6 അടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗം, ആ രംഗമാണ് ഈ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന രംഗമാണ് ഇങ്ങനെ മൊബൈലിന്റെ ഫോട്ടോയിൽ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, മനസ്സിൽ വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ മരണപ്പെട്ടാൽ ഖബറിന്റെ അകത്ത് എന്നെ കൊണ്ടുവച്ചാൽ, ആ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഞാൻ ഒരു പക്ഷേ മലർന്നു നോക്കിയാൽ, കഫം പുടവയിലൂടെ എല്ലാവരും അടുത്ത് മുകളിലാണ്, ഉമ്മയെ ഇറക്കി വെച്ചു, ഉപ്പയെ ഇറക്കി വെച്ചു, ഇനി മണ്ണിടുകയാണ്. അങ്ങനെ മണ്ണിടാൻ പോകുമ്പോ നീ മുകളിലേക്ക് നോക്കിയാൽ അതിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന രംഗമെന്ന് ചിന്തിക്കുകയോ ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് ബോധമില്ലാത്തതാ, എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതാ. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കറമ്പേ. അവിടെയാണ് സ്വർഗത്തിലെ ഊർണീങ്ങൾ സഹോദരനെല്ലാവരും എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റും പിടിച്ചത് അവിടെയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുത്തത് അവിടെയാണ്. ആ ഖബറിന്റെ അകത്ത് കിടന്ന് റോഡിലേക്ക് നോക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ നിന്ന് സന്തോഷത്തോടെ താരാട്ടുപാടും അവർക്ക് നിനക്ക് വരുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പക്ഷേ നീ കണ്ണുകുടിയന് ഭക്ഷണം കൊടുത്തോ, കണ്ണുകുടിയന് നീ വെള്ളം കൊടുത്താ, നിന്റെ ശരീരത്തിലല്ലാതെ തീരുമാനിക്കുന്നതെന്താ? പാമ്പുകളെയും തേളുകളെയുമാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആരെങ്കിലും ഒരു കല്ലുകുടിയന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത്, ഒരു കല്ലുകുടിയന്റെ വിശ്രമം ആരെങ്കിലും മാറ്റിക്കൊടുത്താൽ, അവൻ ഇസ്ലാം പൊളിച്ചു കളയാൻ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സംരക്ഷിച്ചു പോകവനാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇനി വേണമോ എന്ന് നീ തീരുമാനിക്കടാ, ഇനി വേണമോ എന്ന് നീ തീരുമാനിക്കണോരേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നബിയേ,
കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായാൽ കല്ലിന് വേണ്ട നബിയേ. സഹാബികൾ പറഞ്ഞു, വേണ്ട നബിയേ, ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നബിയേ എന്ന് പറഞ്ഞു ഓരോരുത്തർ പോയെങ്കിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് ഒഴിവാക്കാൻ കഴിയാത്തത്? എന്തേ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്? സുബ്ഹാനല്ലാഹ്, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളില്ലേ? ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടത്തില് 85% കള്ളുകുടിച്ചതിന്റെ പേരില്ല. അപൂർവം ചില അപകടങ്ങൾ മാത്രമാണല്ലാതെ സംഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാഹുവിന്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞത് വേണമെന്ന് ആര് വാശി പിടിച്ചിട്ടുണ്ടോ അവർക്ക് വല്ലാതെ പരാജയപ്പെട്ടിട്ടുണ്ട് മോനെ. അവർക്ക് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് മോനെ. ദുനിയാവിൽ മാത്രമല്ലല്ലോ, ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന സമയം മുതൽ നീ പരിശോധിച്ചു നോക്കുക. കള്ളുകുടിയുടെ സ്വസ്ഥതയും കൊടുക്കുന്നതായി ചരിത്രത്തിലൊരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നതല്ല, ഒരു ഭാഗത്തും നമുക്കറിയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പൊന്നുമോനെ, ആ കള്ളിൽ നിന്ന് ഒഴിവായിട്ട് നല്ലൊരു കുടുംബ ജീവിതം നിനക്ക് നയിച്ചോട്, നല്ലൊരു സന്തോഷമുള്ള ജീവിതം നിനക്ക് നയിച്ചോട്. ഇന്ന് കള്ളെന്ന് പറയുന്നത് ഏറ്റവും അധികം സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും മനുഷ്യന്റെ ഹരമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ഒരിക്കൽ അല്ലാഹു തന്നെ ചോദിച്ചതാണ്, എന്റെ അടിമകളെ നിന്റെ വലയിൽ വീഴ്ത്താൻ എളുപ്പമുള്ള സമയങ്ങൾ ഏതൊക്കെയാണ്? ഇബ്ലീസിനോട് അല്ലാഹു ചോദിച്ചു, നിനക്ക് വളരെ സിമ്പിളായിട്ട് അവരെ നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമയം ഏതൊക്കെയാണ്? ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനെ, വല്ലാത്ത സന്തോഷവും വല്ലാത്ത സങ്കടവും കൊടുക്കുന്ന സമയം. ഏറ്റവും അധികം സന്തോഷം കിട്ടിയാലും പ്രശ്നമാ, ഏറ്റവും അധികം സങ്കടം കിട്ടിയാലും പ്രശ്നമാ, രണ്ടും കിട്ടിയാൽ പ്രശ്നമാ. ഏറ്റവും അധികം സന്തോഷം ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം. പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം കല്യാണം ഒരു വലിയ സംഭവമല്ല. അവൻ 5 വയസ്സ് മുതൽ ബ്ലൂടൂത്തും മറ്റേ ഊത്തും ഒക്കെ ആയിട്ട് നടക്കില്ലേ. അപ്പൊ അവന് വലിയ പ്രയാസമൊന്നുമില്ല. ഇതൊക്കെ എത്രയോ, നിങ്ങൾ ആലോചിച്ച് 15-14 വയസ്സുള്ള ഒരു പൊന്നുമോൻ ഉമ്മയുടെ നഗ്നചിത്രം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ കാത്തിരിച്ചിട്ടെ. അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മ, മക്കളെ പേടിക്കേണ്ട കാലഘട്ടമാണ് ഉമ്മ. 15 വയസ്സുള്ള മകൻ വീട്ടിലുണ്ടെങ്കിൽ ബാത്റൂം പരിശോധിച്ചിട്ടേ ഒരു ഉമ്മാക്ക് ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കാൻ പറ്റുള്ളൂ. പേടിയാ, ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പേടിയാ. നാം ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ മക്കൾ നമ്മ അത്ര വൃത്തികേടോടുകൂടി നമ്മെ കാണുന്ന ഒരു രംഗത്തിലേക്ക് സംസ്കാരം അടുപ്പിച്ചു പോയെങ്കിൽ കുറച്ചു നാളുകൾ കഴിയുമ്പോൾ കള്ള്, ഇപ്പൊ ആ നിയമം വന്നിട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു പത്രവാർത്തയിൽ കണ്ടതാണ്, കള്ള് നമ്മുടെ വീട്ടുമുറ്റത്ത്, ബാറിൽ പോണ്ട, ക്യൂ നിൽക്കണ്ട. ഇപ്പൊ നമ്മുടെ ഇപ്പോ ഈ ബെൽറ്റ്, വയറ് കുറയ്ക്കാനുള്ള ബെൽറ്റ് ഈ നമ്പറിലൊക്കെ കൊണ്ട് ഞെക്കിയാൽ മതി, അപ്പോഴേ വീട്ടിൽ കൊണ്ടുവരൂലേ. എക്സസൈസ് ചെയ്യാനുള്ള മിഷൻ, വയറ് കുറയ്ക്കാനുള്ള പിന്നെ ബെൽറ്റ്, അടുക്കളയിലെ ഉപകരണങ്ങൾ, മുട്ട വീണുടഞ്ഞു പോയാൽ മുട്ട തുടച്ചെടുക്കാനുള്ള, വീട് ക്ലീൻ ചെയ്യുന്ന സാധനമൊക്കെ താത്തമാര് മിസ് കോൾ അടിച്ച് അണ്ണന്മാര് കൊണ്ട് ഓട്ടം തന്നെ. ഇതുപോലെ ഒരു മിസ് കോൾ അടിച്ചാൽ കള്ള് നിങ്ങളുടെ വീട്ടിലാണ്. ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പുല്ല് പറയം വേണോ, പിടിച്ചു പറയം വേണോ, നിന്ന് തുള്ളണത് വേണോ, കമന്നടിക്കണത് വേണോ, അള്ളണത് വേണോ, എന്ത് വേണോന്ന് പറഞ്ഞാൽ അപ്പോഴേ കൊണ്ടുവരും. പുല്ല് പറയനൊക്കെ കുടിച്ചാൽ പിന്നെ 1-ാം തീയതി കമന്ന് കിടന്നാൽ 30-ാം തീയതി വരെ പുല്ല് പറയും എന്നെ ജോലിയാണ്. പള്ളി പറഞ്ഞിക്കൊണ്ടായി കൊടുത്താൽ കബർ വൃത്തിയാക്കാം ഓരോ വലിയ വരുന്നാൽ. ഇതൊക്കെയല്ലേ, ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓർത്തു നോക്കി, മദ്യത്തിന്റെ പരസ്യം ഞാൻ നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ ക്രിക്കറ്റിൽ മദ്യത്തിന്റെ പരസ്യം എന്റെ ഷർട്ടിൽ, എന്റെ ബനിയനിൽ വെക്കാൻ പാടില്ല എന്ന അഭിമാനത്തോട് പറഞ്ഞ മുസ്ലിം കായിക ശക്തിയുടെ ഓജസ്സിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയായിരിക്കുമെന്നറിയോ? അതൊക്കെയാണല്ലോ പവർ. അവിടെയാണ് ഈമാനിന്റെ കരുത്തവിടെ. ചങ്ക് പൊട്ടിപ്പോയാലും എന്റെ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കുക അവിടെയാണ്. നിങ്ങളിവിടെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, അവസരം കിട്ടിയാൽ ആരും അറിയില്ല, ഒരു കൂട്ടുകാരും അറിയില്ല, ഒരാളും അറിയില്ല, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള മദ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്, ആരും അറിയില്ല. 1 മാസം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകുള്ളൂ, അപ്പോഴേ നമ്മൾ ചെന്നത് അറിയുള്ളൂ. അതുകൊണ്ട് ആരും അറിയാതെ സുരക്ഷിതമായിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു കൈ നോക്കുമെന്ന് മനസ്സിൽ സ്വയം തോന്നിയാൽ അവനും കണ്ടുപിടിച്ചതിന്റെ അതാപ് അല്ലാഹു കൊടുക്കും. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. ഒറ്റയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ രാത്രി ഒറ്റയ്ക്ക് ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ നിന്റെ പടച്ചവനോട് പറയണം,
നിനക്ക് കണ്ണു തന്ന അല്ലാ, നിനക്ക് കാതു തന്ന അല്ലാ, നിനക്ക് കാല് തന്ന അല്ലാ, എല്ലാ അനുഗ്രഹങ്ങളും ഒരു പേമാരി പോലെ തിരിഞ്ഞു തന്ന രാജാതിരാജനാരെ പടച്ചവരോട് ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഉമ്മയറിയാതെ, ഉപ്പയറിയാതെ, കുടുംബത്തിലൊരാൾ പോലും അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് പറയാ സാധിക്കട്ടെ ചെറുപ്പക്കാരാ. ആ മുസല്ലയിൽ നിന്നുകൊണ്ട് പറയുക, അല്ലാ ഇത് ഞാനും നീയുമായിട്ടുള്ള സംസാരമാണ് റബ്ബേ. മരിക്കുന്നവരെ എന്റെ റൂഹ് പിരിയുന്നവരെ അല്ലോ ഒരു തുള്ളി മദ്യം ഞാനിന് എത്ര അവസരം കിട്ടിയാലും കുടിക്കൂലെന്ന് നിന്നോട് ഞാൻ തരുന്ന വാക്കാണ് പടച്ചവനേ എന്ന് പറയണം. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പോയ ഒരു സഹോദരൻ റൂമിന്റെ അകത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാ? അവിടെ ചെന്നപ്പോൾ ഇവിടത്തെ കള്ളുകുടി കാരണം അതിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഖത്തറിലേക്ക് വിട്ടത്. അവിടെ ചെന്നപ്പോൾ അവന് കള്ള് കിട്ടുന്നില്ല. കാരണം പരിചയമാകുന്നതേ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, കമ്പനിയൊക്കെ ആയ പരിചയമാകുന്നതേ ഉള്ളൂ. റൂമിന്റെ അകത്ത് കിടന്ന് വല്ലാത്ത സ്വസ്ഥത, സ്ഥിരം കുടിക്കുന്ന സമയമാകുമ്പോ വല്ലാത്ത അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ തല ചെവരിലിടിച്ച് പൊട്ടിക്കാൻ പോവാ, എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കണ്ടു അതിന്റെ അപകടം. പിശാച് അവസാനം അവനെ എടുത്തടിക്കുകയാണ്. എന്ത് ചെയ്തു? ഒരു തുണ്ട് കയറി ആ റൂമിന്റെ അകത്ത് പേരിൽ ആ സഹോദരന്റെ മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ സ്വദേശിയായ അക്ബർ എന്ന സഹോദരന്റെ ജീവിതം അവസാനിപ്പിച്ചത് സമയത്ത് കള്ളു കിട്ടാത്തതിന്റെ പേരിലാണ്. ഈ സമുദായത്തിന്റെ യുവാക്കളൊക്കെ ഞെട്ടി വീഴുമ്പോ ഓരോ പ്രാവശ്യവും വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നവനാ ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വള്ളക്കടവ് പള്ളിയിൽ എന്റെ പ്രിയ സഹോദരനാണ് കാട്ടുപറാക്കൽ പള്ളിയിൽ അടക്കേണ്ട ഒരു ആഫീസ് എന്ന് പറയുന്ന പൊന്നുപോന് വേണ്ടി ദ്വാരക്കുന്നു. എല്ലാരെ പൊട്ടിത്തകർന്നത് എന്തിനെന്നറിയോ? 17, 18, 20, 25 വയസ്സാണ് ഇസ്ലാമിന്റെ തുണക്കുട്ടന്മാരാകേണ്ടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോ അത് സഹിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ, അത് താങ്ങാൻ പറ്റൂല മുസ്ലിമേ. എന്റെ മഞ്ഞമലയുടെ ഉമ്മമാരോട് ചോദിക്കുകയാ, നിങ്ങളുടെ മക്കൾ എത്ര പേരായി കസേരയിലുള്ളത്? നിങ്ങളുടെ മക്കൾ എത്ര പേരാണ് ഈ കസേരയിലുള്ളത്? ഇപ്പോഴും പൂരപ്പറമ്പ് നിറങ്ങുന്ന, ഇപ്പോഴും ബുധരേതിന്റെ മുമ്പ് നിൽക്കുന്ന, ഇപ്പോഴും പ്രിയപ്പറമ്പ കാത്ത് ബഹളം നിൽക്കുന്ന എത്രയോ ചെറുപ്പക്കാരൻ ഉമ്മമാരെ നിനക്ക് കാണാ. ഇവിടെ വന്നിരിക്കുന്ന പുന്നോമന മക്കളെ കണ്ടു. ഒരുപക്ഷെ എല്ലാവരും എഴുതായില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ശരിയാണ് സാറേ, ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടമല്ലോ. അതുകൊണ്ട് എന്തിനാണ് ഈ അടിമത്തം ചെറുപ്പക്കാരാ? ത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിഞ്ഞിട്ട് ഹിദായത്തിന്റെ പേമാരിയിലേക്ക് മടങ്ങി വന്നോ പൊന്നുമോന്, മടങ്ങി വന്നോ പൊന്നുമോന്. കള്ളെന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകവിശത്ത ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് ഇജ്ജത്തുള്ള ചെറുപ്പക്കാരനായിട്ട് ജീവിച്ചോ, ഇജ്ജത്തുള്ള ചുണക്കുട്ടനായിട്ട് ജീവിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാ, കള്ളിന്റെ ഭയാനകരമായ അവസ്ഥകളെ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇബ്ലീസ് മടങ്ങി വരികയാ. ഏറ്റവും അധികം സന്തോഷമുണ്ടാകുമ്പോ അവരെ ഞാൻ വലയിലാക്കുമല്ല, ഏറ്റവും അധികം സങ്കടമുണ്ടാകുമ്പോഴും ഞാൻ വലയിലാക്കുമല്ല. വാപ്പ മരിച്ചു പോകുമ്പോൾ അന്ന് രാത്രിയിൽ അവന് പാർട്ടിയാണ്, ഉമ്മ മരിച്ചു പോകുമ്പോ പാർട്ടിയാണ്, ഭാര്യ പ്രസവിച്ച് 2 മക്കളും മരിച്ചു പോയാ അതിന്റെ പേരിൽ അവന് പാർട്ടിയാണ്. അല്ലാഹു, എത്ര സങ്കടം വന്നാലും കള്ളുകുടിയാണ്, എത്ര സങ്കടം വന്നാലും കള്ളുകുടിയാണ്. എന്നാ സന്തോഷം വന്നാലോ, ശമ്പളം കൂടുതൽ കിട്ടിയാലോ, ഭാര്യ പ്രസവിച്ചാലോ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാകുന്ന വിവാഹമുണ്ടല്ലോ, കല്യാണമുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുന്ന ദിവസമാ. ആ സന്തോഷത്തിന്റെ തലേ ദിവസം കള്ളുകുടിച്ച് വൃത്തികേടുകളെ കാണിക്കുന്ന ചെറുപ്പക്കാരാ. പണ്ട് മലബാറിലും കണ്ണൂരിലും കാസർഗോഡും മാത്രമുണ്ടായിരുന്ന വിവാഹ മാമാകത്തിന്റെ പരിഗണകള് ഇന്ന് തിരുവനന്തപുരം ജില്ല കടമെടുത്തോ എന്ന് സംശയിച്ചു പോകുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോ, അല്ലാഹുവിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, പടച്ചവനോട് ഒരല്പമെങ്കിലും നന്ദി നിനക്കുണ്ടെങ്കിൽ, അല്ലാഹു എന്തെല്ലാം നിനക്ക് തന്നടാ, അല്ലാഹു എന്തെല്ലാം നിനക്ക് തന്നപോര്. എറണാകുളം ജില്ലയുടെ മാറമ്പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ അല്ലാഹുവേ
23 വയസ്സ് പ്രായമുള്ള പ്രിയപ്പെട്ട സാധിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടുപോയതാ. 7 മാസത്തിന് മുമ്പ് വാഹനാപകടം നടന്നതാ. ഇന്ന് കാലനക്കാൻ പറ്റുന്നില്ല, കയ്യനക്കാൻ കഴിയുന്നില്ല, വായ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വായ തുറക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയാണ് സ്പൂണിലൂടെ വെള്ളവും പാലും മരുന്നും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഒരു മയ്യത്തിന് കാവലിരിക്കുന്ന ഉപ്പ, അതുപോലെ കാത്തിരിക്കുന്ന ഉമ്മ ഭ്രാന്ത് പിടിച്ചവരെ പോലെ ആയിരിക്കുകയാണ്. ഉസ്താദേ, ഞാൻ കുളിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ, എന്റെ പൊന്നാരെ പൊന്നുപോൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്റെ മഞ്ഞമലകളല്ലാഹു ആരോഗ്യം തന്നെ ചെറുപ്പക്കാരാ, നിന്റെ ഒരു ഞരത്തൊന്ന് തെറ്റിയാ മറിയടോ. നീ മൂക്കറ്റം കുടിച്ച കണ്ണ് നിന്നെ രക്ഷപ്പെടുത്താൻ വരുവോ, നിന്റെ കൂട്ടുകാർ നിന്നെ സഹായിക്കാൻ വരുവോ? എന്തൊക്കെയാണ് നീ പോത്തങ്കോട് മലമറിച്ചത്, എന്തൊക്കെയാ നീ 16-ാം മൈലിൽ മലമറിച്ചത്? ഒരു കുട്ടി കല്ലുകെട്ടിയപ്പോ സ്വന്തം മാതാവിന് കൂട്ടിക്കൊടുക്കാൻ മനസ്സ് കാണിച്ച കാടത്തം മരണിച്ചതോടെ മനസ്സെന്റെ ഉടമകളാക്കി നിന്ന മാറ്റ ആ കല്ലിന് സാധിച്ചു പോരെങ്കിൽ ചെറുപ്പക്കാരാ, അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിയപ്പെടുന്ന പോലെ ഈ ഡിസംബർ 31 നമുക്കതിനുള്ളതല്ലടാ. ഈ ഡിസംബർ 31 നമുക്കതിനുള്ളതല്ലടാ. മലപ്പുറം ജില്ലയുടെ മാറന്തൂരിൽ ഈ ഡിസംബർ 31 ഔഷാദ് രാഘവ് പ്രസംഗിക്കുന്നത് മദ്യത്തെക്കുറിച്ച് മാത്രമാ. അവിടുത്തെ സംഘാടകരാരെന്നറിയോ? എന്റെ മഞ്ഞമലയിലുള്ള ശ്രീകുമാറും പ്രസന്നനും സന്തോഷും സുരേഷും രമേശും പ്രദീപും ഒക്കെ പഠിച്ചുകൊള്ളുക. മലപ്പുറം ജില്ലയുടെ മാറന്തൂരിൽ ഔഷാദ് രാഘവയുടെ പ്രസംഗത്തിന് 100 സംഘാടകരുണ്ടെങ്കിൽ അതിൽ 25 പേരും ഹൈന്ദവ മതത്തിൽപ്പെട്ട സംഘാടകരാണ്. ഉസ്താദേ, നമുക്കതൊന്ന് ഒഴിവാക്കിയെടുക്കണം ഉസ്താദേ. നമ്മുടെ നാട്ടിൽ കണ്ണുപിടിച്ചുകൊണ്ട് മാരകരോഗത്തിനടിപ്പെട്ട എത്രയോ പേരുണ്ടെന്നറിയോ? എനിക്കൊരേ ഒരു നിർബന്ധതയുള്ളൂ, എന്റെ പ്രിയപ്പെട്ട കുട്ടന്മാര്, നമ്മളും മരിച്ചു കിടന്നോ നമ്മുടെ മയ്യത്തിന്റെ അരികിലേക്ക് അല്ലാഹുവേ ഒരു കള്ളുകുടിയനെയും നീ കൊണ്ടുവരല്ലോ. അത് രാഷ്ട്രീയ നേതാവാകട്ടെ, അത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകട്ടെ, അതിന്റെ നാട്ടിലെ കൂട്ടുകാരാകട്ടെ, കൊണ്ടുവരാ പാടില്ലടാ. സംഗീതമുള്ളവന്റെ പാടമയ്യത്തിന്റെ മുമ്പ് നിന്ന് കള്ളു കുടിച്ചു നിൽക്കുന്നവരെ ചലിച്ചു പിടിച്ച് പുറത്താക്കണമടാ. എന്ത് പാടമയ്യപ്പ് കാണാ, കള്ളു കുടിച്ചവരെ നിനക്ക് കഴിയില്ലടാ. ഈ വീട്ടിൽ നിറങ്ങടാന്ന് പറയാൻ നിനക്ക് സാധിക്കണം. അവന്റെ കൂടെ ശാപമുണ്ട് മോനെ, അവന്റെ കൂടെ ശാപമുണ്ട് മോനെ. പക്ഷേ മഞ്ഞമലയിലുപ്പ നീ മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാറ്. ആ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കള്ളുകുടിച്ച മകനാണെങ്കിലോ, കള്ളുകുടിച്ച മകനാണെങ്കിലോ അല്ലാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണയല്ലോ. നിങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് പടച്ചവനെ ഒരു കള്ളുകുടിയുടെയും നീ തരല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ വരണ്ടേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പൊരുത്തം വേണ്ടേ പ്രിയപ്പെട്ടവരെ? എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി പോകാറുന്നു. എന്റെ ഇത്തമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പോകാറുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യത്തിൽ നിന്ന് മഞ്ഞമലയിൽ വന്ന സഹോദരങ്ങളെ, ഈ സത്യം ശ്രമിക്കുന്നവരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. 3-4 ആഴ്ച കൊണ്ട് വള്ളക്കടവിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മദ്യമാ. അൽഹംദുലില്ലാഹ് 1, 2, 3 തീരുന്നത് ആ പള്ളിയുടെ വിരിമാറിൽ പൊട്ടിക്കരന്നുകൊണ്ട് മുത്തറസൂലിനെ കുറിച്ച് 3 ദിവസം പ്രഭാഷണം നടത്തുമ്പോ അതിന്റെ സമാപന ദിവസം അവിടെ ചരിത്രമോ. എത്രയോ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോവുകയാ. ഇറങ്ങിക്കൊല്ലണം ഉസ്താദുമാരെ, ഇറങ്ങിക്കൊല്ലണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്. നിങ്ങൾ പറയും അവർ കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരാ. അങ്ങനെ കാര്യം നോക്കിയതുകൊണ്ട് ബനീസ്രായേലിനെ അല്ലാഹു ശിക്ഷിച്ചതെന്ന് മറക്കല്ലേ. അവരവരുടെ തെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ മുഖം മൂടി വാലോടി എന്നപ്പോ അല്ലാഹുവിന്റെ അതാത് ഒരുമിച്ചിറങ്ങിയില്ലേ. ഞങ്ങളെ കൊണ്ട് കഴിയുന്നവരാകട്ടെ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നവരാകട്ടെ. എനിക്കുറപ്പാണ് 101% ഉറപ്പാണ്. അൽഹംദുലില്ലാഹ് എത്രയോ ചെറുപ്പക്കാര് മാറിയിട്ടുണ്ടെന്നറിയോ, എത്രയോ കൂട്ടുകാരെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നറിയോ.
നേരിട്ട അനുഭവമാ. എത്രയോ ചെറുപ്പക്കാര് പൊട്ടിക്കരണ്ട അനുഭവമാ. അതിലൊരു അനുഭവം മഞ്ഞമലയിൽ ഉണ്ടാകട്ടെ ചെറുപ്പക്കാരാ. നിങ്ങളൊക്കെ മുഴു കുടിയന്മാരാണെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ സന്തോഷം മലവെല്ലുന്ന കല്യാണത്തിന്റെ ദിവസങ്ങളില് എന്തിനാ ചെറുപ്പക്കാരോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിങ്ങള് കല്ലിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നത്? എന്റെ സഹോദരങ്ങള്, ഈ 2 സമയത്ത് അവർ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഒരാൾ ആദ്യം കള്ളുകുടിച്ചു പോയാൽ, ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളുകുടിക്കാൻ പോവുകയാ. അങ്ങനെ ആദ്യം ഒരാൾ കള്ളുകുടിച്ചു പോയാൽ അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന അദാബെന്തെന്നറിയോ? അയാളുടെ ഹൃദയത്തെ അല്ലാഹു കറുപ്പിച്ചു കളയുന്നതാണ്. ആദ്യം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ ഉസ്താദേ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഹൃദയം അല്ലാഹു കറുപ്പിക്കും. ആദ്യം കള്ളുകുടിക്കുന്നവന് ഹൃദയം കറുപ്പിക്കും. ആ ഹൃദയം കറുത്തിരിക്കും. അത് പിന്നെ വെളുക്കില്ല. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ തൗബയാ. നിലവിളിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനതിലേക്ക് മടങ്ങില്ല റബ്ബേ എന്ന ശക്തമായ തീരുമാനത്തിന്റെ തൗബ. അല്ലാതെ ഒരു കള്ളു കുടിച്ച് അസ്തഗ്ഫിറുള്ള, അടുത്ത കള്ളു കുടിച്ച് വീണ്ടും അസ്തഗ്ഫിറുള്ള, അങ്ങനെയല്ലേ. ഈ കള്ളു കുടിച്ചപ്പോൾ അതിന്റെ സുഖവും രസവും ഞാൻ അറിഞ്ഞപ്പോഴാണ് പടച്ചവനെ എന്തുകൊണ്ടാണ് നീ ഇത് ഹറാമാക്കിയെന്ന് മസ്തല എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് കണ്ടുകുടിച്ചുകൊണ്ട് ഒരു കവി പറഞ്ഞതുപോലെ തോന്നുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ നിനക്ക് പറഞ്ഞിട്ടില്ല. പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്യുക, ഇനി മടങ്ങൂലെന്ന് തീരുമാനിക്കും. ഒരു പ്രാവശ്യം കുടിച്ചാൽ ഹൃദയത്തിൽ അല്ലാഹു കറുപ്പ് തരികയാണ്. രണ്ടാമത് കുടിച്ചാലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം അല്ലാഹു അടച്ചു കളയുകയാണ്. ഇനി അവനാ കവാടമില്ല. മൂന്നാമത് കുടിക്കുമ്പോഴോ അവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്. നമ്മുടെ ആകെ പ്രതീക്ഷ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മഞ്ഞമലയിലെ സഹോദരങ്ങളെ, പോരാ, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ വാതിന് വരാൻ തയ്യാറാണ്. പക്ഷേ തളർത്തിക്കളയല്ലേ ചെറുപ്പക്കാരാ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവേശം നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ, അല്ലാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരാൾ കണ്ടുപിടിക്കുന്നു. അവരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പൂർണ്ണമായും ഒഴിവാകുന്നതാണ്. മുത്തുനബിയേ, അങ്ങയുടെ സ്വഭാവത്തല്ലാതെ പ്രതീക്ഷയില്ല നബിയേ. എന്തുണ്ട് സഹോദരങ്ങളെ എടുത്ത് കാണിക്കുക, എന്തുണ്ട് പെങ്ങളെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുക. ആ പുന്നാര നബിതങ്ങളാണ് നമ്മുടെ ആകെ പ്രതീക്ഷ. മുത്തുനബിതങ്ങളാണ് ആകെ പ്രതീക്ഷ. മുത്തായ റസൂലാണ്. ആ മുത്തുനബിതങ്ങൾ കള്ളുകുടിക്കുന്നവരിൽ നിന്ന് ഇടിഞ്ഞു പോവുകയാ. ഇന്നനാ നെറുജൂയില കൈസി ഹൗദിക്കൽ അല്ലാസ് യൗമനസിരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവേ, ഔദുൽ കൗസറിന്റെ ഭാഗത്തേക്കതല്ലാതെ എനിക്ക് കഴിയൂലടാ. റസൂലുള്ള നിന്നിൽ നിന്ന് ഒഴിവാകുകയോ മുത്തുനബി നിന്നിൽ നിന്ന് ഒഴിവാകുകയാണ്. എന്റെ പെങ്ങള്, വെള്ളക്കടവ് മുസ്ലിം ജമാഅത്തിലെ മദ്രസയിൽ പോകാത്ത ഒരു പെങ്ങള്, മദ്രസയിൽ പോയിട്ടില്ല. ഞാനിവിടെ ചെന്നതിന് ശേഷം വനിതാ ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാത്രം തലമറച്ച പെങ്ങളാ. ഖുർആൻ ഓതി പഠിച്ചു പോയ പെങ്ങളാ. അല്ലാഹു ആ പെങ്ങൾ തന്ന മനോഹരമായ കത്ത് വെള്ളക്കടവ് പള്ളിയുടെ മേശക്കകത്തുണ്ട്. എന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിറങ്ങുന്നറിയൂ, ഉസ്താദേ, എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു. മദ്രസയിൽ പോയിട്ടില്ല, പക്ഷേ മനസ്സിലുള്ള മുത്തുനബിതങ്ങളോടുള്ള മഹബ്ബത്താ.
ലക്ഷക്കണക്കിന് സ്വലാത്താണ് ആ പൊന്നുപോൽ നാവുകൊണ്ട് ചൊല്ലി തീർന്നു പോയത്. ആ പെങ്ങളിൽ നിന്ന് ഉസ്താദ് പ്രവാചക പ്രേമമെന്നത് ഒരു കല്ലിന്റെ മാസ്മരികത പോലെ എന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് സാറ്. എന്റെ പൊന്നാറ് സാറ്, ഒരു ദിവസം ഞാൻ എന്റെ ബുദ്ധിതങ്ങളെ സ്വപ്നം കണ്ടു സാറ്. ഒരു വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കണ്ടുപോയി. വെള്ളക്കടവിലെ പാവപ്പെട്ട ചേരി പ്രദേശത്ത് കോളനിയിൽ കഴിയുന്ന ഉമ്മയാണ്. റസൂലുള്ളാഹിക്ക് പിന്നെ കോളനിയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് പിന്നെ ചേരി പ്രദേശമൊന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പാവപ്പെട്ടവരെന്ന് പണക്കാരെന്നുണ്ട്. റസൂലിന്റെ മനസ്സിളക്കി കൊടുത്താൽ മഞ്ഞമലയുടെ മനോഹരമായ മഞ്ഞ് വീഴുന്ന ഉള്ളറയിലേക്ക് നിങ്ങളോ മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതാ പെങ്ങള്, കടന്നു വരുന്നതാ പെങ്ങള്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നിനക്ക് തരട്ടെ. ആ പെങ്ങള് പറയുന്നു സാറേ, എനിക്കൊരു യോഗ്യതയുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല. എത്ര അനുഭവം അതുപോലെ ഉണ്ടായെന്നറിയോ? അതുപോലെ മദ്രസയിൽ 3ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ 4 ദിവസം മുമ്പ് വടകരയിൽ കോട്ടക്കിലെന്ന് പറയുന്ന കുഞ്ഞാലിമരക്കാർ ഷഹീദിന്റെ നാട്ടിൽ പ്രസംഗിച്ചപ്പോ അല്ലാഹു ആ സരസ്വതി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാ, ഉസ്താദേ, നിങ്ങൾ ഉസ്താദുമാർക്ക് വേണ്ടി വിവാദക്കുണ്ട്, എനിക്ക് ഉസ്താദില്ല. 3ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഉസ്താദുമാരാരെന്ന് എനിക്കറിയില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നല്ല നല്ല ബന്ധങ്ങളുണ്ടെങ്കിലാണ് ആഖിറത്തിൽ വിജയിക്കുക എന്ന്. എന്റെ ഉസ്താദേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു സാറേ, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു സാറേ. നിങ്ങൾ എപ്പോഴും പൊട്ടിക്കരന്നുകൊണ്ട് പ്രസംഗിക്കാറുണ്ടല്ലോ കാളമ്പാടി ഉസ്താദിനെ കുറിച്ച്. ഒരു മുടികതിരികയുടെ വെട്ടത്തിരുന്നുകൊണ്ട് ബുഖാരി എന്ന കിതാബ് സ്വർണ്ണിക്കുന്ന കോരക്കകത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാം. മനസ്സ് കാണിച്ച മനംമാറ്റത്തിന്റെ ഈമാനിന്റെ മാറ്റുടിയെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന് എനിക്ക് ഉസ്താദുമാരില്ലല്ലോ, എനിക്ക് ദീനുമാര് ബന്ധമില്ലല്ലോ. ഈ അടുത്താണ് ഞാൻ ഫാത്തിഹ സൂറത്ത് പഠിച്ചത്, ഈ അടുത്താണ് ഞാൻ നിസ്കാരം തുടങ്ങിയത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഇന്നെന്റെ ഉസ്താദ് കാളമ്പാടി ഉസ്താദാണ്. ഞാൻ ചോദിച്ചെങ്ങനെയാണോ നീ കാളമ്പാടി ഉസ്താദിനെ കണ്ടിട്ട് പോലുമില്ലല്ലോ. ആ സഹോദരൻ പറയുന്ന ഉസ്താദ് എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഞാൻ ഫോട്ടോയിലൂടെ കണ്ടതാ, ഇതാണ് കാളമ്പാടി ഉസ്താദ് എന്ന് മനസ്സിലാക്കിയതാ. ഒരു യാത്രയിൽ എന്റെ ഭവനത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഉസ്താദ്, എനിക്ക് പ്രാസംഗികന്മാരായ നിങ്ങളല്ലാതെ വേറെ ഉസ്താദുമാരില്ലായിരുന്നു. പക്ഷേ കാളമ്പാടി ഉസ്താദിന്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് ഒരു കിതാബ് എടുത്തിട്ട്, ഒരു പേനയെടുത്തിട്ട് എന്റെ വലത്തെ വിരൽ തുമ്പ് പിടിച്ചിട്ട് അനുസന്ധിക്കാറ്. എന്നിട്ട് എന്നോട് പറഞ്ഞു പോര്, നിന്റെ ഉസ്താദ് ഇന്ന് മുതൽ ഞാനാരടാ, നിന്റെ ഉസ്താദ് ഇന്ന് മുതൽ ഞാനാരടാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഈ ഒരു മാതൃക നിങ്ങൾ മറക്കല്ല പോരെ, ഈ ഒരു ബന്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കല്ല ചെറുപ്പക്കാരാ. നമുക്ക് ആവശ്യമുള്ള നല്ല നല്ല മാതൃകകളാണ്, നല്ല നല്ല സ്വപ്നങ്ങളാണ്, നല്ല നല്ല ബന്ധങ്ങളാണ്. അതറിയാതിന് റസൂലുള്ളോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കി എന്നറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. മുത്തായ നബി തങ്ങളോട് പിണക്കമുള്ളവരെ കണ്ണുപിടിച്ചു കൊള്ളുക, എനിക്ക് റസൂലുള്ളവരെ ചെയ്യുന്നവരെ കണ്ണുപിടിച്ചു കൊള്ളുക. അസറായിരുവെന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് എന്റെ സമുദായമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമം ആശിക്കായ മനസ്സിന്റെ കത്തുകൊണ്ട് നടക്കാണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ടെങ്കിൽ കള്ളുകുടിച്ചു, മുത്തായ തങ്ങളോട് പിണക്കമാണെങ്കിൽ കള്ളുകുടിച്ചു. അല്ലാഹു 4ാമതൊരാൾ കള്ളുകുടിക്കുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. കള്ളുകുടിക്കാൻ 1ാമത് ചെല്ലുമ്പോൾ കരള് മനസ്സ് കറുത്തുപോകുന്ന, അള്ളാഹു കറുപ്പിച്ചു കളയുന്നവന്. 2ാമത് ചെല്ലുമ്പോൾ റഹ്മത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നവന്. 3ാമത് കള്ളുകുടിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാകുമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന 4ാമത് കള്ളുകുടിച്ചാൽ മലക്കുൽ മൗതി അസ്റായിൽ അലൈഹിസ്സലാം വിട്ടുമാറുന്നതാണ്. അസ്റായിൽ പറയും പടച്ചവനെ, ആ കള്ളുകുടിക്കുന്നവരോട് ഒരിക്കലും കാരുണ്യത്തോടെ ഞാൻ കടന്നു ചെല്ലൂല തമ്പുരാനെ, സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരിക്കലും ഞാൻ കടന്നു ചെല്ലൂല എന്ന് പറഞ്ഞൊടിഞ്ഞു മാറുന്നതാ. ഒരു സ്ഥലത്തും നിനക്ക് രക്ഷമില്ല, ഒരു സ്ഥലത്തും നിനക്ക് കരകയറാൻ പറ്റൂല. അല്ലാഹു ആ ഒരു വലിയ പാതകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു
ഡിസംബർ 31 എന്ന് പറയുന്ന ദിവസം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കൊണ്ടിരുന്നുകൊണ്ട് പൊട്ടിക്കരയുക. കഴിയുന്നു കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, കുറയുന്നു നിന്നോട് ആയുസ് തീർത്ത. 1 വർഷം കഴിയുകയാണ്, 1 വയസ്സ് കൂടുകയാണ്. നഷ്ടപ്പെട്ടു പോകാ, തിരിച്ചു കിട്ടാനാകാത്ത വിലപ്പെട്ട സമയം കല്ലിന് വേണ്ടി, കഞ്ചാവിന് വേണ്ടി പാഴാകാറ്. നന്മകളുടെ പൂക്കാലം പണിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുങ്ങി വരിക. മദ്യത്തിന്റെ അടിമത്തത്തിന്റെ സങ്കടത്തിന് വലിച്ചെറിഞ്ഞുകൊണ്ട് പടച്ചവന്റെ ഗുരുത്വത്തിന് വേണ്ടി ആത്മീയതയുടെ ചിറക് വിടത്തിയിട്ട് പറന്നു പോകാ. ഈ സരസ് നമുക്കൊരു കാരണമാകട്ടെ. അതിനല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.